സാഫല്യം പാർട്ട് 14. എന്തിനു വേണ്ടിയാ ദേവൻ അവളോട് ഇത്രയ്ക്ക് വാശി? അവൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതുന്നതിനു പകരം എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത്? ഒരിക്കൽ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതല്ലേ അവൾ? അന്നൊന്നും നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ല. അവളെ നീ തന്നെയാ നിന്റെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞത്. എന്നിട്ടും പിന്നെന്തിനാ അവളെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു ചെല്ലുന്നത്? അവൾ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. എബിയുടെ വാക്കുകൾക്ക് മുന്നിൽ ദേവൻ ഒന്നും മിണ്ടാനാകാതെ നിന്നു. അവളുടെ 20ാമത്തെ വയസ്സിൽ അവൾ ദേവന്റെ ഭാര്യയായി വന്നതല്ലേ. അവളുടെ ഏറ്റവും നല്ല കാലം ചിലവിട്ടത് അവൾ ദേവനോടൊപ്പമാണ്. അവൾ ആദ്യമായി അറിഞ്ഞതും സ്നേഹിച്ചതും നിങ്ങളെയാണ്. വേദനകൾ മാത്രമല്ലേ നിങ്ങൾ ഇത്രയും കാലം അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അവളുടെ ശരീരത്തെ നോക്കി കാണുമ്പോൾ അവളുടെ മനസ്സ് നിങ്ങൾക്ക് കാണാനായിട്ടില്ല. എത്രയേറെ സ്നേഹിച്ച നിങ്ങളെ ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് വെറുക്കാനും ആവില്ല. ദേവൻ അപ്പോഴും മൗനമായി തന്നെ നിന്നു. ഇന്ന് വരെ ഞാൻ അവളുടെ അടുത്ത് ശരീരസുഖം തേടി പോയിട്ടില്ല. അതൊന്നും മോഹിച്ചല്ല ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയത്. എങ്കിലും അവൾക്ക് എന്നെയും എനിക്ക് അവളെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അവൾ പറയാതെ തന്നെ എനിക്കത് കാണാനും പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും അവൾ പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്നാണ്. കാരണം അവൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോ അവളെ എങ്ങനെ വേദനിപ്പിക്കാം എന്നല്ലേ ചിന്തിക്കുന്നത്? വിട്ടേക്ക് ദേവനെ, ഇനിയെങ്കിലും ആ പാവം സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. എബിയുടെ വാക്കുകൾക്ക് മുൻപിൽ അവന്റെ തല താണു. അവന്റെ മനസ്സിൽ അപ്പോൾ മീനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവനായിട്ട് ഇനി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന വിശ്വാസത്തോടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. പക്ഷേ അതല്ല, മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലും അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്നും എനിക്ക് നന്നായി അറിയാം. ഒരു ഭീഷണി പോലെ പറഞ്ഞു എബി പോകുന്നത് ദേവൻ ഒന്നും മിണ്ടാനാകാതെ നോക്കി നിന്നു. തന്റെ ജീവിതം നശിപ്പിച്ചത് താൻ തന്നെയാണ്. അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന അറിവോടെ അവൻ നിന്നു. എബിയുടെ തിരിച്ചുവരവ് കണ്ടപ്പോഴാണ് മീനുവിന് ആശ്വാസമായത്. അവൾ അവനരികിലേക്ക് ചെന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. നീ പേടിക്കണ്ട, ഇനി ആരും നിന്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരില്ല. പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നതല്ലേ നിന്റെ ആഗ്രഹം? അവൾ അതേ എന്ന പോലെ അവനെ നോക്കി തലയാട്ടി. അവൻ അവളെ നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു മുറിയിലേക്ക് നടന്നു. ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം, അവൾ പറഞ്ഞു. നീയും കഴിച്ചു കാണില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവൾ അത് കേട്ട് സ്തംഭിച്ച പോലെ നിന്നു. എന്താ? അവളുടെ നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു. അത് കേട്ട് അവൾ ഒന്നും ഇല്ലെന്ന് തലയാട്ടി കിച്ചണിലേക്ക് നടന്നു. അവൻ ഫ്രഷായി വന്ന് ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരുന്നതും മീനു എല്ലാം അവന്റെ മുന്നിൽ എടുത്തു വെച്ച് മാറി നിന്നു. നീ ഇരിക്കുന്നില്ലേ? ഡോക്ടർ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം, അവൾ പറഞ്ഞു. എന്താ, എന്റെ കൂടെ ഇരിക്കാൻ പേടിയാണോ? അതല്ല, ഞാൻ എങ്ങനെയാ ഡോക്ടറുടെ കൂടെയൊക്കെ? നീ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല മീനു, എന്റെ ഭാര്യയാണ്. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും മീനു പേടിച്ച പോലെ അവനരികിലുള്ള ചെയറിലിരുന്നു. അവൾക്ക് മുന്നിലായി പ്ലേറ്റ് എടുത്തു വെച്ച് അവൻ അതിലേക്ക് ഫുഡ് എടുത്തു വെച്ചതും മീനു കഴിക്കാൻ തുടങ്ങി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അത് നോക്കൂ മീനു, നീ എന്റെ ഭാര്യയാണ്, നമ്മുടെ മക്കളുടെ അമ്മയാണ്. അവർ വളർന്നു വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റി ഒന്നും അവരറിയരുത്. നമ്മുടെ ഈ അകൽച്ച പോലും അവരെ ഒരിക്കലും ബാധിക്കരുത്. എന്നെ പേടിച്ചും എന്നിൽ നിന്ന് അകന്നും നീ ഈ കഴിയുന്നത് നമ്മുടെ മക്കൾക്ക് തന്നെയാ ദോഷം. എനിക്കറിയാം, പക്ഷേ ഡോക്ടറുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതിനാൽ ഞാൻ എങ്ങനെയാ? ആര് പറഞ്ഞു നിനക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന്? നിനക്ക് മാത്രമേ ഇപ്പോൾ അതിനുള്ള യോഗ്യതയുള്ളൂ. അവളൊന്നും മിണ്ടാനാകാതെ ഇരുന്നു. കഴിക്ക്, അവൻ ഓർമ്മിപ്പിച്ചതും അവൾ അനുസരണയോടെ കഴിക്കാൻ തുടങ്ങി. പ്ലേറ്റ് എടുത്ത് മീനു കിച്ചണിലേക്ക് നടന്നു പോയതും പിന്നാലെ അവനും ചെന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഏയ് വേണ്ട ഡോക്ടർ, പോയി കിടന്നോളൂ. ശരി, അവൻ അതും പറഞ്ഞു മുറിയിലേക്ക് നടന്നു. അവളോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ അത് അവളോട് തുറന്നു പറയും എന്ന വിഷമത്തിലായിരുന്നു അവൻ. മീനു ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിലേക്ക് പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. താൻ തന്നെയാണ് അവളെ മറ്റൊരു മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. അവളും മക്കളും തന്നോടൊപ്പം തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കണം. ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് അവനൊരു പുഞ്ചിരിയോടെ കിടന്നു. മൂക്കറ്റം മദ്യപിച്ചാണ് ദേവൻ അന്ന് വീട്ടിലേക്ക് കയറി വന്നത്. ഡോർ തുറന്ന കല്യാണി ദേവന്റെ ആടിക്കുഴിഞ്ഞുള്ള നിൽപ്പ് കണ്ട് അരിശത്തോടെ നിന്നു. ഇനി ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ തനിയെ അകത്ത് കയറിക്കോ. കല്യാണി അതും പറഞ്ഞ് അരിശത്തോടെ തന്നെ മുറിയിലേക്ക് നടന്നു. ദേവൻ അവൾക്ക് പിന്നാലെ മുറിയിലേക്ക് ചെന്നു. ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. ഇങ്ങനെ ബെഡ് മുഴുവൻ കയറി കിടന്നാൽ ഞാൻ എവിടെ കിടക്കും? അതൊന്നും കേൾക്കാതെ അവൻ അതേ കിടപ്പ് തന്നെയായിരുന്നു. കല്യാണി പല്ലിഞ്ഞെരിച്ചുകൊണ്ട് ദേവനെ പിടിച്ചു മാറ്റി അവന്റെ അടുത്തായി കിടന്നു. മീനു, അവൻ വെളിവില്ലാതെ വിളിക്കുന്നത് കേട്ട് കല്യാണി ചാടി എണീറ്റ് അവനെ നോക്കി. ആഹാ, ഇപ്പൊ അവൾക്ക് വേണ്ടിയാ കുടിച്ച് നാലുകാലിൽ വന്ന് നിൽക്കുന്നതല്ലേ? കൊള്ളാം, മനസ്സിലിരിപ്പ് എന്തായാലും കൊള്ളാം, കല്യാണി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് നിന്നെയും നമ്മുടെ മോനെയും വേണം മീനു.
നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ നിന്നെ ഞാൻ സ്നേഹിക്കും. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. കല്യാണിക്ക് അവൻ വിളിച്ചു പറയുന്നത് കേൾക്കും തോറും ദേഷ്യം അരിച്ചു കയറുകയായിരുന്നു. അവൾ കിട്ടിയ സുഖജീവിതം കളഞ്ഞു നിങ്ങളുടെ കൂടെ വരാൻ കാത്തു നിൽക്കുകയല്ലേ? അവൾ അവനോട് ദേഷ്യത്തോടെ പറയുന്നതൊന്നും പക്ഷെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. നീ എന്നോട് പൊറുക്കണം മീനു. നിന്നെ ഞാൻ ഇനി ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. അപ്പോ മനസ്സ് മുഴുവൻ ഇപ്പോഴും അവളാണല്ലേ? ഇപ്പൊ നിങ്ങളോട് ഇതിനുള്ള മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിനുള്ള മറുപടി ഞാൻ നാളെ തരാം എന്ന ചിന്തയോടെ അവൾ ഫോൺ എടുത്ത് അതിൽ എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചു. കാലത്ത് എണീറ്റ് വന്ന ദേവനെ കണ്ട് കല്യാണി നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാ ഇങ്ങോട്ട് വന്നതെന്ന് ഓർമ്മയുണ്ടോ? അവനോട് ചോദിച്ചു. അത് ഞാൻ കുറച്ചോ? വെളിവില്ലാതെ 4 കാലിലാ ഇങ്ങോട്ട് വന്നത്. അതിന് ദേവൻ പ്രതികരിക്കാൻ നിന്നില്ല. എല്ലാം അവനറിയാം. വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴല്ലേ ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ എന്നൊക്കെ എനിക്ക് മനസ്സിലായത്, കല്യാണി പറഞ്ഞു. നിനക്ക് എന്ത് മനസ്സിലായെന്നാണ് നീ പറയുന്നത്? ദേവൻ ചോദിച്ചു. അത് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണോ? ദേവന്റെ മനസ്സിൽ ഇപ്പോഴും ആ മീനാക്ഷിയാണല്ലേ? അല്ല, അവളെ തിരിച്ചു വേണം എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ദേവൻ വിളിച്ചാൽ അവൾ കൂടെ വരുമോ? നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് കേട്ടല്ലോ. ഞാനല്ല, ദേവനാ ഇന്നലെ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ദേവന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാക്കാനും പറ്റി. മതിയായിട്ട് ഉപേക്ഷിച്ചതല്ലേ? എന്നിട്ടും ഇപ്പോഴും ഓർക്കാൻ മാത്രം അവൾക്ക് എന്ത് പ്രത്യേകതയാണാവോ ഉള്ളത്? കല്യാണി, നിന്നോട് ഞാൻ പറഞ്ഞു വേണ്ടാത്തത് പറയരുതെന്ന്. ദേവൻ ഇങ്ങനെയൊക്കെ തന്നെ പറയൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തെളിവ് സഹിതം ഞാൻ ദേവന് മനസ്സിലാക്കി തരാം. വരൂ. കല്യാണി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വീഡിയോ പ്ലേ ചെയ്ത് ദേവന് മുന്നിൽ കാണിച്ചു. അവൻ മീനുവിനെ പറ്റി പറയുന്നതൊക്കെ കേട്ട് അവനൊന്നും മിണ്ടാനാകാതെ ഇരുന്നു. ഒരാണും ആദ്യം അനുഭവിച്ച പെണ്ണിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ലേ? ദേവന്റെ മനസ്സിൽ അതാവും ഇപ്പോഴും അവൾ നിറഞ്ഞു നിൽക്കുന്നത്. ശരിയാ, എന്റെ മനസ്സിൽ ഇപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. അവളെ നഷ്ടപ്പെടുത്തിയത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ദേവൻ ഇപ്പോൾ എന്റെ ഭർത്താവാണ്, അവൾ വേറൊരുത്തന്റെ ഭാര്യയും. അത് ഓർത്താൽ കൊള്ളാം. ദേവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി. ഇന്ന് 4 കാലിൽ വരാനുള്ള ഉദ്ദേശമാണോ? കല്യാണി വിളിച്ചു ചോദിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നത് പോലെ വരും എന്നും പറഞ്ഞ് അവൻ പോകുന്നത് നോക്കി അവൾ വിഷമത്തോടെ തന്നെ നിന്നു. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ദേവന്റെ വരവ് അങ്ങനെ തന്നെയായിരുന്നു. അത് കല്യാണിക്ക് സഹിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു. എന്താ ദേവന്റെ ഉദ്ദേശം? എനിക്കിങ്ങനെ പല ഉദ്ദേശവുമുണ്ട്. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ കുടിച്ച് വീട്ടിലേക്ക് വരുന്നതെങ്കിലും നിർത്തിക്കൂടെ ദേവൻ? നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. കല്യാണി അരിശത്തോടെ ദേവനെ ഒന്ന് നോക്കി. ദേവൻ എന്തിനാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ആർക്കു വേണ്ടിയാ? ഇനിയുള്ള ലൈഫ് ഹാപ്പിയായി നമുക്ക് ജീവിച്ചുകൂടെ? നിന്റെ കൂടെയല്ലേ? അതിനേക്കാൾ ഭേദം ഇത് തന്നെയാ. അപ്പോൾ എല്ലാം എന്നെ തളർത്താൻ വേണ്ടി മാത്രമാണല്ലേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ദേവനോട് ചെയ്തത്? ഞാനായിട്ട് ദേവന്റെ ലൈഫിലേക്ക് വന്നതൊന്നുമല്ലല്ലോ. ദേവനെ എന്നെ വിവാഹം ചെയ്തുകൊണ്ട് വന്നതല്ലേ. അത് തന്നെയാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് കേട്ടതും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോ എന്താ ദേവന് വേണ്ടത്? ഞാൻ ദേവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോണോ? അതെ, അത് തന്നെയാ എനിക്ക് വേണ്ടത്, ദേവൻ പറഞ്ഞു. ഞാൻ പോയാൽ ദേവൻ എങ്ങനെ ജീവിക്കും? മീനാക്ഷി സഹതാപം കൊണ്ട് കൂടെ വരും എന്നാവും ദേവൻ കരുതുന്നത് അല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, അതോർത്ത് നീ വിഷമിക്കേണ്ട. ഒരു കുഞ്ഞിന് വേണ്ടിയാ നിന്നെ ഞാൻ വിവാഹം ചെയ്തത്. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാതെ എന്റെ കൂടെ ജീവിക്കുന്നതിന്റെ കുറച്ചിൽ എനിക്കാണ്. മനസ്സിലായി ദേവൻ പറയുന്നത്. ദേവൻ ഒരു കുഞ്ഞിനെയാണ് വേണ്ടതെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. എന്റെ ജീവൻ അതോടെ നിൽക്കും. എങ്കിലും എനിക്ക് അതിന് വിഷമമില്ല. അതിനുവേണ്ടി നീ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നിന്നെ എനിക്കിപ്പോ പഴയ പോലെ സ്നേഹിക്കാനും പറ്റില്ല. നിന്റെ ഈ ശരീരം കാണുമ്പോൾ എനിക്ക് വെറുപ്പാണ്. അവൾ വിഷമത്തോടെ ദേവനെ നോക്കി. എങ്കിലും അവൻ പുച്ഛിച്ചു. സൗന്ദര്യം എന്ന് പറയുന്നത് എന്ന് നിലനിൽക്കും എന്നൊന്നുമില്ല ദേവൻ. അബോർഷനും ഡെലിവറിയും ഒക്കെയായി കുറേ അധികം മെഡിസിൻ എനിക്ക് കഴിക്കേണ്ടി വന്നു. ഒരു തരത്തിൽ അതിന് കാരണക്കാരൻ ദേവൻ തന്നെയല്ലേ? ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടും മീനു പഴയതിനേക്കാൾ സുന്ദരിയായിട്ടാ എനിക്ക് തോന്നിയത്. നീ മാത്രം എന്താ പിന്നെ ഇങ്ങനെ? അത് ദേവന്റെ പരാജയം. അവളെ ആ ഡോക്ടർക്ക് വിധിച്ചതാ. നാണമില്ലേ പഴയ ഭാര്യയുടെ സൗന്ദര്യം നോക്കി നടക്കാൻ? എനിക്കതിന് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അവളോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ മാത്രമാ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. ഈ ജന്മം എനിക്ക് അവളെ മറക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്ന് കൂടി പറ. അത് നിന്റെ ഇഷ്ടം. ദേവൻ യാതൊരു മനസാക്ഷിയുമില്ലാതെ പറയുന്നത് കേട്ട് അവൾ കണ്ണീരോടെ അവിടെ ഇരുന്നു. ഓരോ ദിവസവും അവൾ പ്രതീക്ഷയോടെ കഴിച്ചു കൂട്ടിയെങ്കിലും ദേവൻ അവളിൽ നിന്നും അല്പം അകലം പാലിച്ചു നടന്നു. എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. ജീവന് തുല്യ സ്നേഹിക്കുന്ന ഭർത്താവ് തന്നെ വിട്ടുപോയപ്പോൾ തനിക്ക് ഇനിയും കിട്ടാനിരിക്കുന്ന ജീവിതത്തെപ്പറ്റി ചിന്തിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിന് തടസ്സമായി വരരുതെന്ന ആഗ്രഹത്തോടെ തന്റെ വയറ്റിലുള്ള ആ കുഞ്ഞു തുടുപ്പിനെ കൊന്നുകളഞ്ഞു. എന്നിട്ടും തനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയോ?
തന്നെ ഒരിക്കലും വേണ്ടെന്ന് മുഖത്ത് നോക്കി പറയുന്ന ഭർത്താവ് തനിക്കൊരു കുഞ്ഞിന് ഇനി ഒരിക്കലും ജന്മം കൊടുക്കാനും ആവില്ല. എന്തിനു വേണ്ടിയായിരുന്നു എല്ലാം? ഇനിയുള്ള കാലം പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിനെ സ്നേഹിച്ച് ജീവിക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്തത്? ഒന്നും വേണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് നിറയുന്നത് ആ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയായിരുന്നു.